കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിൽ ഒരുപാട് ട്വിസ്റ്റുകൾ സമ്മാനിച്ച മണ്ഡലമാണ് വടകര. അവസാന നിമിഷ ട്വിസ്റ്റിൽ വടകരയിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി എത്തിയത് ഷാഫി പറമ്പിൽ. എന്നാൽ മറ്റെല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വവും ജനങ്ങൾക്ക് ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. BJP ഇറക്കിയത് യൂത്തനായ മണ്ഡലത്തിലെ താമസക്കാരൻ കൂടിയായ പ്രഫുൽ കൃഷ്ണയെ. ത്രികോണ മത്സരവും പൊരിഞ്ഞ പോരാട്ടവും പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടതാണ് വടകരയും. K മുരളീധരനെയായിരുന്നു വടകരയിൽ ആദ്യം കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നതോടെ സ്ഥാനാർത്ഥികളെ മാറ്റത്തിന് വിധേയരാക്കി കോൺഗ്രസ്. ഇതോടെ വടകരയിൽ ഷാഫിയും തൃശൂരിൽ മുരളീധരനും സ്ഥാനം പിടിക്കുകയും തൃശൂരിലെ സിറ്റിംഗ് MP-യായ പ്രതാപൻ പുറത്താകുകയും ചെയ്തു. ഷാഫി വടകരയിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ ജനപ്രവാഹമായിരുന്നു എത്തിയിരുന്നത്. ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം വടകരയെ ഒന്ന് കുലുക്കിയെന്ന് വേണം പറയാൻ. എന്നാൽ ഇടതു സ്ഥാനാർത്ഥിയെ അത്ര ചെറുതായി കാണാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കൂടുതൽ വോട്ട് നേടിയാണ് ശൈലജ ടീച്ചർ, അതായത് ടീച്ചറമ്മ ജയിച്ചത്. ആ ഒരു ആത്മവിശ്വാസവും LDF-നുണ്ടെന്ന് തന്നെ വേണം പറയാൻ. 3 തവണയായി നഷ്ടപ്പെടുന്ന വടകര മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF കളത്തിലിറക്കിയിരിക്കുന്നത് ഉണ്ണിയാർച്ചയെ തന്നെ. 2 MLA-മാർ നേർക്കുനേർ പോരാടുന്ന ഈ മണ്ഡലത്തിൽ വടകരയുടെ ശ്വാസനിശ്വാസങ്ങൾ അറിയുന്ന സ്ഥാനാർത്ഥിയെയാണ് BJP കളത്തിലിറക്കിയിരിക്കുന്നത്. യുവാക്കളുടെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് എത്താനുള്ള കന്യംഗത്തിന് തയ്യാറായാണ് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ എത്തിയിരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമെന്ന് വേണം പറയാൻ. മൂവരും നിറഞ്ഞാടുമ്പോൾ വടകരയിലെ ജനങ്ങളും ആവേശത്തിലാണ്. തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലും കെട്ടടങ്ങാത്തൊരു പേര് ഇപ്പോഴും വടകരയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. TP ചന്ദ്രശേഖരന്റെ. വർഷങ്ങളോളം CPM കൊടിനാട്ടിയിരുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ TPയുടെ അതിക്രൂര കൊലപാതകത്തിനു ശേഷം ആ ചുവന്ന കൊടി ഉയർന്നിട്ടില്ല. അതുതന്നെയാണോ ഇനിയും ആവർത്തിക്കുകയെന്ന് കണ്ടറിയണം. കോൺഗ്രസിന്റെ പ്രചരണായുധമായി TPയുടെ പേരുയർത്തുമ്പോൾ TPയുടെ ഭാര്യയും MLA-യുമായ രമ ഷാഫിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ചെറിയൊരു ഭയമില്ലാതെയില്ല. അതിനാലാണ് KK ശൈലജയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയത് തന്നെ. എന്തുകൊണ്ടും വടകര ഒരു VIP മണ്ഡലമാണ്. എന്നാൽ ഇവിടെ ഏത് VIP-യാണ് വിജയക്കൊടി നാട്ടുക എന്നറിയാൻ കാത്തിരിക്കാം.